ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സേമിയയും നേന്ത്രപ്പഴവും വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പം നമുക്കിതെങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം. പലഹാരം തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് സേമിയാണ് എടുത്തിട്ടുള്ളത്. റോസ്റ്റ് ചെയ്തിട്ടുള്ള സേമിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. റോസ്റ്റ് ചെയ്യാത്ത സേമിയാണെങ്കിലും കുഴപ്പമില്ല. ഒരുപാട് കട്ടിയുള്ളതുമല്ല, തീരെ കട്ടി കുറഞ്ഞതുമല്ല, ഒരു മീഡിയം കട്ടിയുള്ള സേമിയാണ് എടുത്തിട്ടുള്ളത്. നീളമുള്ള വലിയ സേമിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ചെറുതാക്കിയൊന്ന് ഒടിച്ചിട്ടെടുക്കുക. അടുത്തതായിട്ട് എടുത്തിട്ടുള്ളത് ഈ ഒരു വലിപ്പത്തിലുള്ള ഒരു നേന്ത്രപ്പഴമാണ്. ഒരുപാട് പഴുപ്പ് കൂടിയ നേന്ത്രപ്പഴവും എടുക്കരുത്, തീരെ പഴുപ്പ് കുറഞ്ഞ നേന്ത്രപ്പഴവും എടുക്കരുത്. ഒരു മീഡിയം പഴുപ്പിലുള്ള നേന്ത്രപ്പഴം എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണേ. ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ മാറ്റിയിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ആദ്യം ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു വലിപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിലെ ആ ഒരു ബ്ലാക്ക് സീഡ് വേണം എന്നുണ്ടെങ്കിൽ മാറ്റാം. ഞാനിവിടെ മാറ്റിയിട്ടില്ല. ഇനി നമുക്കിതൊന്ന് തയ്യാറാക്കി തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായിട്ട് വരുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരിങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതും ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ മുന്തിരിങ്ങയും ഇവിടെ നന്നായിട്ടൊന്ന് വീർത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിത് രണ്ടും ഒന്ന് എടുത്ത് മാറ്റി വെക്കാം. അതിനുശേഷം അതേ നെയ്യിലേക്ക് തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന നേന്ത്രപ്പഴം കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. ഇതങ്ങ് ഉടച്ചിട്ടെടുക്കരുത്, ജസ്റ്റ് ഒന്ന് വഴണ്ട് വന്നാൽ മതി. ആ ഒരു നെയ്യിൽ കിടന്നിട്ട് ഒരു 1-2 മിനിറ്റ് നേരത്തേക്കൊന്ന് വഴറ്റിയാൽ മതിയാവും. ഇതിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയിട്ട് വരണം. അതുവരെ നമുക്കിതൊന്ന് വഴറ്റിയിട്ടെടുക്കാം. അപ്പോൾ നേന്ത്രപ്പഴം ഇവിടെ നിന്ന് വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റി വെക്കാം. അതിനുശേഷം ഇതേ നെയ്യിലേക്ക് തന്നെ നമുക്ക് ആ ഒരു സേമിയ കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് ചൂടാക്കിയിട്ടെടുക്കാം. റോസ്റ്റ് ചെയ്ത സേമിയ ആയതുകൊണ്ടാണ് ചൂടാക്കിയിട്ടെടുക്കുന്നത്. റോസ്റ്റ് ചെയ്യാത്ത സേമിയ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്തൊന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചിട്ടെടുക്കാം. അതിനായിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ എടുക്കുന്ന സേമിയയ്ക്കനുസരിച്ചിട്ട് ഈ ഒരു വെള്ളത്തിൻ്റെ അളവിൽ ചെറിയ വ്യത്യാസം വരും. എന്തായാലും ഇത് നന്നായിട്ട് തന്നെ വേവിച്ചിട്ടെടുക്കണം കേട്ടോ. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടും കൂടി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചിട്ടെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക കൂടി ചെയ്യണേ. അപ്പോൾ സേമിയൊക്കെ ഇവിടെ നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ശർക്കരപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 കപ്പ് അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. മാലിന്യങ്ങളൊക്കെയുള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് വെള്ളത്തിലൊന്ന് ഉരുക്കിയതിന് ശേഷം അരിച്ചൊഴിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും. അത് ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. ശർക്കരയ്ക്ക് പകരം പഞ്ചസാര വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ശർക്കരയുടെ അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ശർക്കരയൊക്കെ ഒന്ന് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 1 നുള്ള അളവിൽ ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ആ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ആക്കിയിട്ട് എടുക്കാം. അതിനുശേഷം ഇതിലേക്ക് വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നേന്ത്രപ്പഴം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇനി മിക്സ് ആക്കി എടുക്കുമ്പോൾ ശ്രദ്ധിക്കണേ, ഈ ഒരു നേന്ത്രപ്പഴം ഉടഞ്ഞു പോകാത്ത രീതിയിൽ വേണം മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നമുക്കൊരു 1-2 മിനിറ്റ് നേരത്തേക്കൊന്ന് ഇതുപോലെ തന്നെ വിടാം. ഒന്ന് ഇടയ്ക്ക് മാത്രം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് രണ്ടും കൂടി മാത്രമായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് അളവിൽ ഫ്രഷ് ആയിട്ട് ചിരകിയ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടൊന്നും കൂടി നന്നായിട്ട് യോജിപ്പിച്ചിട്ട് എടുക്കുക കേട്ടോ. ഇത്രയും തേങ്ങ ഇടാൻ താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ തേങ്ങയുടെ അളവ് കുറയ്ക്കാവുന്നതാണ്. തേങ്ങ കൂടുതൽ ചേർക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും. ഇതും നമുക്ക് ഒരു 1 മിനിറ്റ് നേരത്തേക്കൊന്ന് വഴറ്റിയിട്ടെടുക്കാം. ആ ഒരു നേന്ത്രപ്പഴം ഉടഞ്ഞു പോകാതെ ശ്രദ്ധിക്കണേ. അപ്പോൾ അതൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ടെടുക്കാം.
ഇനി നമുക്കിതിലേക്ക് ആദ്യം വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കാഷ്യൂ നട്ട്സും ഉണക്കമുന്തിരിങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്, കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ, കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. ഇപ്പോൾ സ്കൂളൊക്കെ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ. തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകല്ലേ. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. നമ്മുടെ ചാനലിൽ ഒരുപാട് 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പീസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും അതും കൂടി ഒന്ന് കണ്ടു നോക്കണേ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.